ബാക്കി പാലും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് തിളക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചു വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം ലോയിലോട്ട് മാറ്റിയിട്ട് ഏകദേശം ഒരു 13-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ കുക്ക് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിരിക്കുകയാണ്. കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. അടുത്തായിട്ട് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ചെറിയൊരു കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത്.